ഗൈസ് ബേസിക്കലി നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയെല്ലാം സിനിമയിൽ വരുന്നതിന് മുമ്പേ നമ്മുടെ മലയാള സിനിമയിൽ കടന്നു വന്ന ഒരാളാണ് സുരേഷ് ഗോപി. 1958 ജൂൺ 26 ജനിച്ച ഇദ്ദേഹം 1965 റിലീസായ ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് സുരേഷ് ഗോപി മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഓടയിൽ നിന്ന് എന്ന സിനിമയ്ക്ക് ശേഷം ഏകദേശം 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം 1986 മോഹൻലാൽ നായകനായിട്ട് വന്ന TP ബാലഗോപാലൻ MA എന്ന് പറഞ്ഞ സിനിമയിലാണ് സുരേഷ് ഗോപി അടുത്തതായിട്ട് അഭിനയിക്കുന്നത്. ആദ്യ ടൈമിലെല്ലാം കൂടുതലും വില്ലൻ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് മലയാള സിനിമയിൽ സുരേഷ് ഗോപി കൂടുതലായിട്ടും അഭിനയിച്ചിട്ടുണ്ടായത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു വരേണ്ട ഒരു ക്യാരക്ടറാണ് 1987 മോഹൻലാൽ നായകനായിട്ട് വന്ന 20-ാം നൂറ്റാണ്ടിൽ സുരേഷ് ഗോപി അണിയിച്ചൊരുക്കിയ ആ ഒരു വില്ലൻ ക്യാരക്ടർ. 1992 റിലീസായ തലസ്ഥാനം. ഈ ഒരു ഒറ്റ പടത്തിന് ശേഷം സുരേഷ് ഗോപിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് മാറിയെന്ന് വേണ്ടിക്ക് പറയാം. അതിനുശേഷം സുരേഷ് ഗോപിന്റെ ആയിട്ട് വന്ന മാഫിയ, ലേലം ഇതുപോലത്തെ പടങ്ങളെല്ലാം മലയാളികൾക്കിടയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ സുരേഷ് ഗോപിൻ്റെതായിട്ട് വന്ന ഏകലവ്യം എന്ന് പറഞ്ഞ പടം ആ ടൈമിൽ നല്ല രീതിയിൽ വിജയിച്ച പടങ്ങളിൽ ഒന്നായിരുന്നു അത്. ചുരുക്കി പറഞ്ഞ ആ ടൈമിൽ മലയാളികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ താരം എന്നുള്ള നിലക്ക് സുരേഷ് ഗോപി ഓൾറെഡി വളർന്നു കഴിഞ്ഞിരുന്നു. ഈ വച്ചടി കയറ്റെന്നെല്ലാം പറയുന്ന പോലെ തന്നെ ഈ മോഹൻലാൽ, മമ്മൂട്ടി, അതിനുശേഷം മൂന്നാമതൊരു പേര് മലയാളികളുടെ നാവിൽ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സുരേഷ് ഗോപി തന്നെയായിരിക്കും.